അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും മുന്നോട്ട് പോകണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിപൂർണാർത്ഥത്തിൽ ശ്രദ്ധിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10 ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ഒരു ദർസിലൂടെ പഠിക്കാനും മനസ്സിലാക്കാനും ഉദ്ദേശിക്കുന്നത് വിശ്വാസരംഗത്ത് രചിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായ നവാഖിദുൽ ഇസ്ലാം എന്ന ഒരു ഗ്രന്ഥത്തെ വേഗത്തിൽ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് പറയാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്കെല്ലാവർക്കുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബാക്കൾ നന്മകളെക്കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. നിരന്തരമായി അവർ വന്ന് പ്രവാചകരെ, ഇന്ന കാര്യത്തിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഇന്നൊരു കാര്യം ഞങ്ങൾക്ക് നിങ്ങൾ അറിയിച്ചു തരണം എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മഹാനായ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വഹാബാക്കൾ പൊതുവെ, ജനങ്ങൾ പൊതുവെ പ്രവാചകനോട് ഖൈറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വകുന്തു അസ്അലുഹു അനി ശർരി മഖാഫതൻ ഐ യുദ്രികനി, ഞാൻ പ്രവാചകനോട് അധികവും ചോദിക്കുക ഷർറുകളെ കുറിച്ചാണ്. ആ ഷർറ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അത്തരം ഷർറുകളൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് തൗഹീദാണ്. വിശ്വാസകാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. ഇസ്ലാം വിലക്കിയ തിന്മകൾ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തെ പൊളിച്ചു കളയുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ്, അഥവാ ശിർക്കും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു സമ്മാനം എന്നുള്ള നിലക്ക് നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന നമ്മുടെ വിശ്വാസം, കറകളഞ്ഞ വിശ്വാസം, അതിനെക്കുറിച്ച് പഠിക്കലും ആ വിശ്വാസത്തെ നമ്മിൽ നിന്നും നഷ്ടപ്പെടുത്തി കളയുന്ന വാതായനങ്ങളെക്കുറിച്ച്, വഴികളെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് ജാഗരൂകരായിരിക്കുക, അതറിയാത്ത പാവപ്പെട്ട ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സ്വഹാബത്താണ് നമുക്ക് ആ വിഷയത്തിൽ മാതൃക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു, പിന്നെ അധ്വാനങ്ങൾ കൊണ്ട് വിലയില്ല. കാലങ്ങളായി നാം നേടിവെച്ച, ചെയ്തു വെച്ച എല്ലാ നന്മകളും വിശ്വാസം തകരുന്നതോടുകൂടെ നഷ്ടപ്പെടും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. വിശ്വാസം തകരുന്ന വഴികളാകട്ടെ എമ്പാടുമുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇഷ്ടം പോലെ കാര്യങ്ങൾ. ഇത് ചർച്ച ചെയ്യുന്നിടത്ത് ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ 10 ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഈ ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചർച്ച ചെയ്യുന്നതെങ്കിലും അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ്. എന്നാൽ നമ്മളൊക്കെ സംസാരിക്കുന്ന ചില വാചകങ്ങളെ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട്, നമ്മുടെ ചിന്തകളെ കൊണ്ടൊക്കെ ഇസ്ലാം പൊളിഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ 400ഓളം എണ്ണത്തെ എണ്ണിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി കൊണ്ട് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ വിഷയം ഇത്രയേറെ ഗൗരവമുള്ളത് കൊണ്ട് തന്നെയാണ് മഹാരഥന്മാരായ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് രചിച്ചിട്ടുള്ളത്. വിശ്വാസരംഗത്തെ കൃത്യമായി ഊന്നൽ നൽകുന്ന, അതിൻ്റെ അടിസ്ഥാനങ്ങൾ വിശദീകരിക്കുന്ന, ശിർക്ക് കടന്നു വരുന്ന മേഖലകളെക്കുറിച്ച് ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇൻഷാ അല്ലാഹ് വളരെ പരിമിതമായ പേജുകളിൽ
പിന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാവുന്ന ഏറ്റവും ചെറിയ ഗ്രന്ഥം, എന്നാൽ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കുന്ന മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച നവാഖിദുൽ ഇസ്ലാം എന്ന ഗ്രന്ഥമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പ്രധാനമായിക്കൊണ്ട് ചർച്ചക്കെടുക്കുന്നത്. ശരി, നമുക്കതിൻ്റെ പേരൊന്ന് പരിചയപ്പെടാം. എന്താ നവാഖിദ് എന്ന് പറഞ്ഞാൽ? നവാഖിദ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പം നവാഖിദുൽ വുദൂ എന്ന് കേൾക്കാത്തൊരു കുറവായിരിക്കും. നവാഖിദുൽ വുദൂ എന്താ സംഭവം? വുദൂഇനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ. ഇപ്പം നാക്കിൽ എന്നതിൻ്റെ ബഹുവചനമാണ് നവാഖിദ്. നഖല എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നാണ്. അപ്പം എപ്പോഴാണ് ആ ഒരു പദം പ്രയോഗിക്കുക എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അഥവാ ഇപ്പോൾ വുദൂഇനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുദൂ എടുത്തതിന് ശേഷം അതിന് മുറിക്കുന്ന കാര്യങ്ങളാണ് പറയാം. അപ്പം നവാഖിദുൽ ഇസ്ലാം എന്ന് പറഞ്ഞാലോ, ഒരു മനുഷ്യൻ മുസ്ലിം ആയിക്കഴിഞ്ഞ് പിന്നീട് ചില കാര്യങ്ങളിലൂടെ അവൻ്റെ ഇസ്ലാം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ അദ്ദേഹം മുസ്ലിമായി, ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള തൗഫീക്ക് കിട്ടി, എല്ലാം ശരിയാണ്, ഉഷാറാണ്. പക്ഷേ ചില കാര്യങ്ങളെ കൊണ്ട് എന്താകാണ്, അള്ളാഹു നൽകിയ ഈ ഇസ്ലാം എന്ന മഹത്തായ ആദർശം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില വഴികളെക്കുറിച്ചാണ് പണ്ഡിതന്മാർ നമ്മൾ പറയുന്നത്. അപ്പോൾ നാക്കിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ശരിയായതിനു ശേഷം മുറിച്ച് കളയുന്നതിനാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം സാധാരണ നമ്മൾ പറയും, നമ്മളെ ആദർശത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്നുള്ളത് അല്ലേ? ഇസ്ലാം എന്ന പദത്തിനെ പണ്ഡിതന്മാർ പല നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർവചനം നൽകി നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദി വൽ ഇൻഖിയാദു ലഹു ബിത്വാഅതി വൽ ബറാഅതു മിനശ് ശിർക്കി വ അഹ്ലിഹി എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാ എന്ന് പറഞ്ഞു അള്ളാഹുവിന് കീഴ്പ്പെടുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിക്കൊണ്ടും അള്ളാഹുവിന് കീഴ്പ്പെടുക. അപ്പം അള്ളാഹു അല്ലാത്തവർക്ക് കീഴ്പ്പെടുന്നതിന് എന്തെന്ന് പറയാൻ പറ്റൂല? ഇസ്ലാം എന്ന് പറയാൻ പറ്റില്ല. മൂപ്പര് കീഴ്പ്പെടണമൊക്കെ ഉണ്ട്, നമുക്ക് ഭയങ്കര പേടിയും ബേജാറും ഒക്കെയാണ്, ഭയങ്കര ബേജാറൊക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹ് പറഞ്ഞതിനല്ല എങ്കിലോ അതിന് ഇസ്ലാം എന്ന് പറയാൻ പറ്റൂല. എപ്പോഴൊരാൾ ഇസ്ലാം എന്ന് പറയാം, അള്ളാഹ് പറഞ്ഞ വിധികൾക്കും വിലക്കുകൾക്കും ഒരാൾ കീഴ്പ്പെടുന്നുണ്ടോ അതിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പാപ്പാനെ പേടിച്ച് ഉമ്മാനെ പേടിച്ച് അല്ലെങ്കിൽ നാട്ടുകാരെ പേടിച്ച് ഇങ്ങാണ്ട് ഒരു കാര്യം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചല്ല പറയണത്. ഇനിയിപ്പോൾ മൂപ്പരെന്താ പറയുക, നാട്ടുകാരെന്താ പറയുക, ഉമ്മ എന്താ പറയുക, ഇനിയിപ്പോൾ അങ്ങനെ നടക്കട്ടെ എന്ന് കരുതിയിട്ടല്ല, മറിച്ച് അള്ളാഹു എന്ത് പറയും, അള്ളാഹു എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന വിഷയത്തിൽ അങ്ങനെ വിചാരിച്ച റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ആദർശത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എങ്ങനെ? ബിത്തൗഹീദി, അഥവാ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ മാത്രം എന്ന് പറഞ്ഞു. ഇപ്പം ചില ആളുകളുണ്ട്, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളും അനുസരിക്കും, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി കൊണ്ടുനടക്കുന്നുണ്ട്. എന്നാൽ മറ്റു പല ആളുകളെയും മറ്റു പല പിന്നെ എന്താ പറയുക, അള്ളാഹുവിനെ പോലെ തന്നെ മറ്റൊരു ഏരിയയിൽ സൃഷ്ടിച്ചിട്ടുള്ള അതേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പല ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അവരുടെ വാക്കുകൾക്ക് ഭയങ്കര പേടിയിരിക്കും, അവരുടെ വാക്കുകൾ ലംഘിക്കാനും അവരിൻ്റെ ഗുരുത്തക്കേട് തട്ടോ എന്നൊക്കെ പേടിച്ചും കണ്ട് അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അത് പറ്റൂല. റഹ്മാനായ റബ്ബിനെ മാത്രം, അവനെ മാത്രം കീഴ്പ്പെടുക എന്നുള്ള അതിനർത്ഥം സൃഷ്ടികളെ ആർക്കും കീഴ്പ്പെടാണ്ട് ഉമ്മാനെ അനുസരിക്കേണ്ടതെന്നല്ല പറയുന്ന അർത്ഥം. ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്ന ചില സംഗതികളുണ്ട്, അത് അവൻക്ക് മാത്രമാക്കി കൊടുക്കുക എന്നാണ്. പിന്നെയും പറഞ്ഞു വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക വഴി അവന് കീഴ്പ്പെട്ടു കൊടുക്കുക എന്നാണ്. വൽ ഇൻഖിയാദു ലഹു ബിത്വാഅ. അപ്പോൾ നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടാലോ അത് ഇതിനെതിരാകോ? അല്ല. അള്ളാഹു റസൂൽ എന്താ പറഞ്ഞത്? മൻ അത്വഅനി ഫഖദ് അത്വഅ അല്ലാഹ്, ആരെന്നെ അനുസരിച്ചുവോ അവൻ അള്ളാഹിനെ അനുസരിച്ചവനാണ്. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കൽ മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കലും ആരനുസരിക്കലും തുല്യം തന്നെയാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്ന തുല്യമാണ്. അപ്പോൾ അള്ളാഹും അവൻ്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ അനുസരണക്കേട് കാണിക്കുമ്പോഴോ അവൻ്റെ ഇസ്ലാമിനെയാണത് എന്താക്കുന്നത്, ബാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയും പറഞ്ഞു, ഒരു ഇസ്ലാമിൻ്റെ പൂർത്തീകരണമാകണമെങ്കിൽ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടു, അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ബാക്കിയുള്ള ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടൊക്കെ ഭയങ്കര സമീപനാണ്, മച്ച കമ്പനിയായിട്ടാണ് പോണത് അല്ലേ, സൗഹാർദ്ദത്തിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. ഒരു നമ്മളെ ആചാരം ഇങ്ങോട്ട് വരുമ്പോൾ മറ്റിടത്ത് പോയി കണ്ട് നമ്മളെന്താക്കും, അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ പല പള്ളികളിലും അങ്ങനെയൊക്കെ നടക്കലുണ്ടല്ലോ അല്ലേ, മറ്റു പല ആചാരങ്ങൾക്കൊക്കെ
സേവനം ചെയ്തു കൊടുക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റൂല എന്നാണ്. അത് ഇസ്ലാമല്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാളുടെ ഇസ്ലാം ആകണമെങ്കിൽ ബറാഅതു മിനശ്ശിർക്കി വഅഹ്ലിഹി, എന്താ, ഷിർക്കിൻ്റെ എല്ലാവിധ ഏർപ്പാടിൽ നിന്നും പരിപൂർണമായി കൊണ്ട് മുക്തി നേടിയ ജീവിതം, അതിൻ്റെ ആളുകളിൽ നിന്നും. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും ഒന്നുകൂടെ. വൽ ബറാഅതു മിനശ്ശിർക്കി വഅഹ്ലിഹി, എല്ലാ അർത്ഥത്തിലും ഷിർക്കിൻ്റെ എല്ലാ ഏരിയകളിൽ നിന്നും ഒരാൾ മുക്തമാകുമ്പോഴേ എന്ത് റെഡിയാകുള്ളൂ? ഇസ്ലാം റെഡിയാകുള്ളൂ. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരിപൂർണമായി കൊണ്ട് കീഴ്പ്പെട്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ഷിർക്കിൻ്റെ എല്ലാവിധ തുറകളിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ആദർശ ജീവിതത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിലുണ്ടോ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കണം ഇൻഷാ അല്ലാഹ്. ആ ഇസ്ലാമിനെ പൊളിച്ച് കളയുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഒരാളിങ്ങനെ മുന്നോട്ട് പോയിട്ട് പിന്നെയും ചില അശ്രദ്ധകളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയണത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസവും, 2 ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളെയും നിഷേധിക്കലുമാണ്. ഈമാൻ പ്ലസ് കുഫർ, അതിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. എന്താ, ഈമാനും കുഫർ ഒരുമിക്കോ? ഈമാനും കുഫർ ഒരുമിക്കോ? വിശ്വാസവും അവിശ്വാസം എങ്ങനെ ഒരുമിക്കുക? അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് എന്താ? അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നു, ബാക്കിയുള്ള ടീമിനെ മൊത്തം എന്താക്കും? നമ്മൾ അവിശ്വസിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ, 2 പകുതിയാണ്. എന്താ, ആദ്യത്തെ പകുതിയിൽ എന്താ? നമ്മളെല്ലാറ്റിനെയും നിഷേധിക്കുകയാണ്. രണ്ടാമത്തേലോ അള്ളാഹുവിനെ മാത്രം നമ്മൾ സ്ഥിരപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്ക് ഉണ്ടെങ്കിൽ ഒരാളുടെ വിശ്വാസം എന്താവുള്ളൂ? ശരിയാവുകയുള്ളൂ. റഹ്മാനായ റബ്ബ് പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ സമൂഹത്തിലേക്ക് അയച്ചു. എന്തിന്? അനിഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. അനിഅ്ബുദുല്ലാഹ് വജ്തനിബുത് ത്വാഗൂത്ത്, എല്ലാവിധ ദുർമൂർത്തികൾ എന്താക്കണം? ഒഴിവാക്കും വേണം. അപ്പോൾ ഒരു ഭാഗത്ത് റബ്ബിനെ അംഗീകരിക്കുന്നതോടൊപ്പം ബാക്കിയുള്ള ടീമിനെ എന്താക്കണം? ഒഴിവാക്കുമ്പോഴേ ഒരാളുടെ ഇസ്ലാം പരിപൂർണമാവുക. 2 ഏരിയകളും കൃത്യമായി കൊണ്ട് പാലിക്കപ്പെടുന്നവനെ ഒരു മുസ്ലിം എന്ന് പറയാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ഏതാണ്? നവാഖിദുൽ ഇസ്ലാം എന്ന ആ ഒരു ഹെഡിങ് മാത്രമാണ്, അല്ലേ? ഇപ്പം നാക്കിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയണേ? മുറിച്ച് കളയുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു. ഈ ഒരു ഇത്രയേറെ കടമ്പകൾ കടന്നു എന്ന സംഗതി എന്താക്കാണ്? മുറിച്ച് കളയേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാൻ പോണത്. ശരി, ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പണ്ഡിതന്മാർ ആദ്യം ചർച്ച ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസ്വലാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിങ്ങനെ പറയാൻ പോകുമ്പോൾ ഇനി 10 കാര്യം കഴിഞ്ഞാൽ ഈ കണ്ട ആളുകളൊക്കെ നമ്മൾ പിടിച്ചിട്ട് അവൻ മുശ്രിക്ക്, ഇവൻ കാഫിർ, നമ്മളിങ്ങനെ കണ്ടക്ടറിൻ്റെ പണിയെടുക്കുന്ന പോലെ അങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റവനക്ക് ആവശ്യമുണ്ടല്ലേ? നവാഖ് ഇസ്ലാം 2ാം പറഞ്ഞ കാര്യം മൂപ്പരെടുത്തുണ്ട്. അതുകൊണ്ട് പിന്നെ ഇന്നടുത്ത മൊയ്തുവാക്ക മൂപ്പര് കാഫിർ കേട്ടോ, നമ്മളെ അംസക്കുട്ടി മൂപ്പര് മുശ്രിക്കാണ്, ഇങ്ങനെ പറഞ്ഞാണ് നമ്മളെന്താക്കേണ്ടില്ല, ഇങ്ങനെ എഴുതി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് പണ്ഡിതന്മാർ ഇത് പറയുന്നതിന് ആദ്യം നമ്മൾ ഈ 10 എണ്ണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഏരിയ എന്താണെന്നറിയോ? ഒരാളെ എപ്പോഴാണ് കാഫിർ മുശ്രിക്ക് എന്നൊക്കെ പറയാൻ പറ്റൂല എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അടിസ്ഥാനപരമായിക്കൊണ്ട് കാര്യം എന്താണെന്നറിയോ? ഒരാളിപ്പോൾ ഒരു പള്ളിയിലൊക്കെ വരുന്നുണ്ട്, മൂപ്പര് നിസ്കരിക്കണമൊക്കെ ഉണ്ട്, മൂപ്പര് കലിമൊക്കെ ചൊല്ലിക്കണേ എങ്കിൽ അവൻ്റെ പേരെന്താ? മുസ്ലിമാണ്. അവൻ്റെ പേര് മുസ്ലിമാണ്. നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയിലേക്ക് ചൂണ്ടിയിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ആ മൂപ്പര് മുശ്രിക്കാണ്, മൂപ്പര് കാഫിറാണെന്ന് പറയാൻ പാടുള്ളതല്ല എന്നാണ് പറയുള്ളത്. അത് ഓർത്തു വെക്ക. ഒരു സംഭവം ഞാൻ പറഞ്ഞില്ല. ഒരു യുദ്ധമുഖത്ത് ശക്തമായ യുദ്ധം നടക്കുകയാണ്. ശത്രു ഇവനെ ഇങ്ങോട്ട് കയ്യിൽ കിട്ടിയിട്ട് ഒരു സ്വഹാബി ഇങ്ങോട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് വാളിങ്ങോട്ട് ഓങ്ങിയപ്പോൾ മൂപ്പര് എന്ത് പറഞ്ഞു? ഞാൻ അള്ളാഹുലും റസൂലും വിശ്വസിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ സ്വഹാബിക്ക് എന്ത് കരുതി? സ്വഹാബി മനസ്സിലാക്കിയത് എന്താ? കഴിച്ചിലാക്കാൻ വേണ്ടി ഇങ്ങോട്ട് മൂപ്പര് പറഞ്ഞതാന്ന് കരുതിയിട്ട് എന്താക്കി? മൂപ്പരെ വക വരുത്തി. ഇത് വലിയ സംഭവം ആയിക്കൊണ്ട് ആരോട് പോയി പറയാണ്? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറയാണ്, റസൂൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ സമയം കേട്ടപ്പോൾ പറഞ്ഞു, അഫല ശഖഖ്ത അൻ ഖൽബിഹി ഹത്താ തഅലമ അഖാലഹ അം ലാ? എന്താ അവൻ്റെ ഹൃദയം പിളർത്തി നോക്കിയോ? അവൻ്റെ മനസ്സ് തട്ടിയിട്ടാണോ അല്ല ഇത് പറഞ്ഞത് എന്ന് നീ നോക്കിയോ എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി. ആ യുദ്ധമുഖത്ത് അത്ര നേരം പിന്നെ ഇസ്ലാമിനെതിരെ പോരാടിയ മനുഷ്യൻ
അവൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടെ അവൻ്റെ ഹുക്മ മാറി. അവൻ പിന്നെ ആരായി? അവൻ മുസ്ലിം കാറ്റഗറിയിലേക്ക് വന്നു എന്നാണ്. പിന്നെ ആ മനുഷ്യനെ നമ്മൾ എന്താക്കാൻ പറ്റൂല, ഇനി ഒരു തെളിവ് സ്ഥിരപ്പെടുന്നവരെ കാഫിർ എന്ന് പറയാൻ പറ്റൂല എന്നാണ്. സാഹചര്യ തെളിവുകളൊക്കെ ഇപ്പം എന്തിനാണുള്ളത്? മൂപ്പര് രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ട് പറഞ്ഞതാകാൻ നമുക്കൊക്കെ പറയാൻ പറ്റുമെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പഠിപ്പിച്ച പാടെന്താ? ആ വാക്ക് പറയുന്നതോടുകൂടെ പിന്നെ ഒരാളെയും കുറിച്ച് എന്താക്കാൻ പറ്റൂല, മുശ്രിക്കെന്നോ കാഫിറെന്നോ നമുക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഈ അടിസ്ഥാനം നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിലെന്താക്കണം, കൊത്തിയിടണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആരെയും നമ്മൾ കാഫിറാക്കാൻ പോകുന്നില്ല. തക്ഫീർ എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയമാണ്, അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ്. ഒരാൾ നരകാവകാശിയാണ് നമ്മൾ പറയുന്നത് തുല്യല്ലേ അല്ലേ? അപ്പം അത് പറയുന്നതിന് മുമ്പ് ഒരിക്കലും ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂല. ചില കടമ്പകളുണ്ട്. ആ കടമ്പകളൊക്കെ കടന്ന് വന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ കൃത്യമായിക്കൊണ്ട് ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പറയാമെന്നതല്ലാതെ ഇതൊക്കെ പാടെ കേട്ടിട്ട് ചാടി എണീറ്റിട്ട് ഇന്ന ആളുകളൊക്കെ മുശ്രിക്കുകൾ കാഫിറുകൾ എന്ന് പറയുന്നൊരു ഏർപ്പാട് ഒരിക്കലും പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരാളിൽ കുഫർ ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട സമീപനം എന്ത് എന്ന് വളരെ കൃത്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു. ഇപ്പോൾ ഒരാളെ കുറിച്ച് പറയുകയാണെ, പിന്നെ അദ്ദേഹത്തിൻ്റെ തെപ്പി പറഞ്ഞ സംഗതിയൊക്കെ ഉണ്ട് കേട്ടോ, മൂപ്പര് കാഫിർ അയക്കണേ, മൂപ്പര് മുശ്രിക്ക് അയക്കണേ എന്ന് ആരെങ്കിലും കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സമീപനം എന്താകണമെന്നറിയോ? പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്ന്, കേട്ട കാര്യം സത്യമാണോ നമ്മൾ ആലോചിക്കണം എന്നാണ്. നമ്മളും അറക്കര തമ്പുരാൻ ആനത്തുപ്പി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഉണ്ടല്ലേ, എനിക്ക് പണ്ടേ മൂപ്പരെ കുറിച്ച് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് എന്താക്കരുത്, എരുതിഴിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിക്ക് നിൽക്കരുത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന്, കേട്ട കാര്യം സത്യമാണോ എന്ന് ഒന്നുകൂടെ എന്താക്കണം, ഉറപ്പ് വരുത്തണം. ഓക്കെ. രണ്ടാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അദ്ദേഹം ഇവരൊക്കെ പറഞ്ഞതുപോലെയുള്ള വാക്കിൽ ആ പ്രവൃത്തിയിൽ കുഫർ സംഭവിച്ചിട്ടുണ്ടോ എന്നെന്താക്കണം, ഒന്നുകൂടി ഉറപ്പ് വരുത്തണം. പിന്നെ മൂന്നാമത്തെ കടമ്പ, അദ്ദേഹത്തിന് ശിർക്കിൻ്റെയും അതേപോലെ തന്നെ തൗഹീദിൻ്റെയും തെളിവുകൾ അദ്ദേഹത്തിന് വന്ന് കിട്ടിയിട്ടുണ്ടോ, ഇന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ടോ. ചിലപ്പോൾ ആ തെളിവുകൾ വീണ്ടും കിട്ടുകയാണെങ്കിൽ മൂപ്പരെന്താവും, അദ്ദേഹത്തിന് മനസ്സ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം എന്നാണ്. പിന്നെ നാലാമത്തെ കടമ്പ പറഞ്ഞു, നമ്മളല്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളല്ല പറയേണ്ടത്, ആര് പറയണം? ആ കാലത്തെ പണ്ഡിതന്മാരെന്താക്കണം, പറയണം. അപ്പോൾ ആ കടമ്പകളൊക്കെ കടന്നിട്ടേ ഒരാളെ കുറിച്ചിട്ട് അങ്ങനെ പറയാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ പേരിൽ നമുക്ക് ആരോപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ആരോപണമാണ് ഏത്? ശിർക്ക്. കാരണം എന്താ? ഇന്ന ശിർക്ക ലദുൽമുൻ അദീം അല്ലേ? ഒരു മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പാതകം ഏതാ? 4 ആളെ ചുറ്റിക്കൊണ്ട് അടിച്ചു കൊല്ലല. അത് വലിയ പാവം തന്നെയാണ് അല്ലേ? ഇപ്പോൾ പലസ്തീനിലെ മക്കളെ ചുട്ടുകരിക്കുന്നു, നമ്മളെന്താ പറയുക, എത്ര വലിയ ക്രൂരമായ ഹൃത്യാന്ന് പറയില്ലേ? പക്ഷെ അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്യുക എന്നുള്ളത്. ആലോചിച്ചു നിങ്ങൾ, അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് ഒരാളങ്ങനെ പച്ച ശരീരത്തിൽ നിന്നും മാംസം അങ്ങനെ കൊത്തിയെടുക്കുന്നത്. എത്ര വലിയ പാതകമായിക്കൊണ്ട് നമ്മൾ പറയും, അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് ശിർക്ക്. നഊദു ബില്ലാഹ്. അപ്പോൾ ഒരാൾ മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ അദ്ദേഹം ചെയ്തു എന്ന് നമ്മൾ പറയലാണ്. നഊദു ബില്ലാഹ്. അത് ചില്ലറ ആരോപണമല്ല, അത് ചില്ലറ വർത്തമാനമല്ല. അതുകൊണ്ട് അതൊക്കെ പറയുന്നതിന് മുൻപ് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ആരെക്കുറിച്ച് അങ്ങനെ പറയാതിരിക്കലാണ് എപ്പോഴും നമുക്ക് സേഫ്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് പറയാമെന്ന് മാത്രം. ശരി, ഇനി അദ്ദേഹം പിന്നെ ഈ ഗ്രന്ഥകാരനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞു, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല. അദ്ദേഹം എവിടെ ജനിച്ചത്? സൗദിയിൽ അല്ലേ? സൗദിയിലെ നജ്ദിൽ ഉയൈന എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഹിജറ 1115 അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ഉപ്പയും വല്യുപ്പയും ഒക്കെ മഹാരഥന്മാരായ പണ്ഡിതന്മാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉന്നതരായ പണ്ഡിതന്മാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് കിട്ടി? ചെറുപ്പം മുതൽ തന്നെ കൃത്യമായ ദീനൊക്കെ പഠിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടി. അപ്പോൾ നമുക്കത് കിട്ടുന്ന ഒരു പാടെന്താ? നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് അനുകൂലമായ ദീനീ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ അവരും നമ്മളെക്കാൾ ഉന്നതരായ, ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ നമ്മുടെ ഖബറിലേക്കൊക്കെ
വരവ് വെക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മക്കൾ വളരേണ്ടത് ഒരു ഇസ്ലാമിക ആദർശത്തിലാണ് എന്ന് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം. 10ാമത്തെ വയസ്സാകുമ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്തു? ഖുർആൻ പരിപൂർണമായിക്കൊണ്ട് ഹിഫ്ളാക്കി എന്നാണ്. 10ാമത്തെ വയസ്സാകുമ്പോഴേക്കും അല്ലേ. പിന്നെ അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ ഗ്രന്ഥങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. രാവിലെയും വൈകുന്നേരം രാപ്പകൽ ഭേദമന്യേ അദ്ദേഹം ഗ്രന്ഥങ്ങളുടെ പിന്നാലെയായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ അദ്ദേഹം പിന്നെ റഫർ ചെയ്തിരുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങളായിരുന്നു എന്നാണ്. ആ ഒരു സ്വാധീനം തന്നെയാണ് അദ്ദേഹം ശരിക്ക് കൃത്യമായിക്കൊണ്ട് തൗഹീദ് ഉൾക്കൊള്ളാനൊക്കെ അദ്ദേഹത്തിന് പിന്നെ പ്രേരകമായിട്ടുള്ളത്. അദ്ദേഹം ജീവിച്ച നാട്ടിൽ ശിർക്കിൻ്റെ കോട്ടകൊത്തളങ്ങളായിരുന്നു നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഈ ബോധ്യപ്പെട്ട സത്യം ഒരിക്കലും മറച്ചു വെക്കാതെ ആളുകൾക്ക് ആ തൗഹീദിനെ കുറിച്ച് കൃത്യമായി കൊണ്ട് പറഞ്ഞു കൊടുത്തു, ബോധ്യപ്പെടുത്തി കൊടുത്തു. സ്വാഭാവികമായി കൊണ്ട് ഒറ്റപ്പെടുമോ? തൗഹീദ് പറഞ്ഞ ആർക്കെങ്കിലും പിന്നെ പൂമാല കിട്ടുമോ? കാശുമാല കിട്ടുമോ? ഒന്നും കിട്ടൂല. സ്വാഭാവികമായിട്ടും എതിർപ്പുകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് കുടുംബത്തിന് വരെ ഭീഷണിയുണ്ടായി. കുടുംബം എന്നിട്ട് മാറി താമസിപ്പിക്കേണ്ടി വന്നു. അദ്ദേഹം നാട് വിടേണ്ടി വന്നു. എന്നാലും അദ്ദേഹം ആ ദൗത്യത്തിൽ നിന്നും മാറിയില്ല. കഴിവിൻ്റെ പരമാവധി ഷിർക്കിനെതിരെ ആഞ്ഞടിച്ചു. ആളുകൾക്ക് നസീഹത്തോടുകൂടെ എന്താണ് ഷിർക്ക് എന്ന്, എന്താണ് തൗഹീദ് എന്ന് ലോകരെ പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, ഏറ്റവും ഒരു മുജദ്ദിദായി, ഏറ്റവും വലിയ ഒരു തൗഹീദൊക്കെ ക്ലിയറായി പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാരുടെ ശ്രേണിയിൽ നമുക്ക് മുൻപന്തിൽ തന്നെ ഇന്ന് നമുക്ക് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പോലും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഒക്കെ അമലിൽ അദ്ദേഹത്തിന് ഒരു ഓഹരി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. കാരണം അത്രയേറെ കൃത്യമായി തൗഹീദിനെ വളരെ സിമ്പിളായി ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ്. റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അവരെ കിട്ടച്ചു പോയ ആ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും. ഏകദേശം 91 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. ഹിജറ 1206 അദ്ദേഹം മരിക്കുന്നത്. ശരി, ഇനി നമുക്ക് ഗ്രന്ഥത്തിലേക്ക് വരാം. 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഷേഖ് തുടങ്ങാണ്, ഇഅലം, നീ അറിയണം, അന്ന നവാഖിദൽ ഇസ്ലാമി 10. നവാഖിദുൽ ഇസ്ലാം 10 മാത്രമാണോ? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഒരുപാടുണ്ട്. അപ്പോൾ ഈ 10ൻ്റെ കഥ എന്താ? ഈ പറഞ്ഞ 10 എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട 10 കാര്യങ്ങളെ കുറിച്ചാണ് പറയണത്. അവിടെ പണ്ഡിതന്മാരിപ്പോൾ ചർച്ച ചെയ്യാണ്. ഇഅലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ അറിയണം. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയോ നിങ്ങൾ? ഇഅലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ അതിലൂടെ നമുക്ക് ബോധ്യപ്പെടാനുണ്ടെന്നാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, ശേഷം പറയുന്ന കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നാണ്. ഇഅലം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ പഠിക്കൽ എന്താണ്? നിർബന്ധമാണ്. നിർബന്ധമായിക്കൊണ്ട് പഠിക്കണം. ഇഅലം എന്ന് പറഞ്ഞ പ്രയോഗത്തിന് ശേഷം വരുന്ന കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നൊരു മാറ്റർ പറയാനാണ് എന്താക്കല് അങ്ങനെ പറയും. നീ അറിയണം എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തിപരമായിക്കൊണ്ട് നീ അറിയണം. ഫർളു ഐൻ എന്നാണ് പറയുക. വ്യക്തിബാധ്യതയായിക്കൊണ്ട് നീ അറിയേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പണ്ഡിതന്മാർ എന്തുപയോഗിക്കുക? ഇഅലം എന്ന് ഉപയോഗിക്കുക. എൻ്റെ കൂടെ അല്ലെങ്കിൽ ഇഅലം എന്ന് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഷെയ്ഖ് ഉപയോഗിച്ച പദം എന്താ? ഇഅലം, നീ അറിയണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിർബന്ധമായിക്കൊണ്ടും അറിയണം. എന്താ? അന്ന നവാഖിദുൽ ഇസ്ലാമി 10 നവാഖിദ്. അതിലൊന്ന് അശ്ശിർക്കു ഫി ഇബാദത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന ഇബാദത്തിൽ ശിർക്ക് സംഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇസ്ലാമിന് മുറിച്ചു കളയുന്ന ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം എന്താ? ശിർക്ക് സംഭവിക്കുക എന്നുള്ളതാണ്, അല്ലേ? ശിർക്ക് സംഭവിക്കുക എന്നുള്ളതാണ്. ഖാല അല്ലാഹു തആല ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക. എന്താ ശിർക്കിൻ്റെ അപകടം? അല്ലാഹ് പറയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അവരിൽ ശിർക്ക് ചെയ്യുന്നത് അള്ളാഹു ഒരിക്കലും തൗബ ചെയ്യാതെ ഒരിക്കലും പുറത്തില്ല എന്നാണോ? അങ്ങനെ ഉണ്ടോ? ശിർക്ക് വന്നാൽ പിന്നെ ഓരോ കാലം പുറത്തു കൊടുക്കില്ല എന്നാണ്, തൗബ ചെയ്തിട്ടും കാര്യമില്ല എന്നാണ്? അല്ല,
തൗബ ചെയ്യാതെ എന്താക്കൂല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു കൊടുക്കൂല. എന്നാലോ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. എന്നാൽ ശിർക്കല്ലാത്ത മറ്റു പാപങ്ങളോ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യാതെയും ഒരു പക്ഷെ എന്താക്കും, അവൻ്റെ അടിമകൾക്ക് ഒരു പക്ഷെ പുറത്തു കൊടുത്തേക്കാം. അതുകൊണ്ട് ശിർക്ക് എന്നുള്ളതാണ് ഏറ്റവും വലിയ പാതകമായി കൊണ്ട് പഠിപ്പിക്കുന്നത്. ശിർക്ക് എത്ര ഇനുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? ശിർക്ക് എത്ര ഇനുണ്ട്? ശിർക്ക് പ്രധാനമായി 2 ഇനുണ്ട്. ഒന്ന് വലിയ ശിർക്ക്, ഷിർക്കുൽ അക്ബർ. 2 ഷിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക്. എന്താ വലിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കി ശിർക്ക് വെച്ച് കൊടുക്കുക. അത് 3 രീതിയിലാണ്. ഒന്ന്, റുബൂബിയത്തിൽ ശിർക്ക് വെക്കുക, ഉലൂഹിയത്തിൽ ശിർക്ക് വെക്കുക, അസ്മാ വ സിഫാത്തിൽ ശിർക്ക് വരിക. ഇത് പറയുമ്പോൾ എന്തോ പോലെ തോന്നണ്ട. എന്താ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ തൗഹീദിനെ കുറിച്ച് പറയാം. തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദു അസ്മാ വ സിഫാത്ത്. അപ്പോൾ ഇതിൽ ശിർക്ക് വരിക. അപ്പോൾ എന്തേ റുബൂബിയത്തിലുള്ള ശിർക്കൊന്നും ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? റുബൂബിയത്തിലുള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്തേ തൗഹീദ് ഫി റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിച്ചത്, നമുക്ക് വേണ്ട ഉപജീവനം നൽകുന്നത്, നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇങ്ങനെയുള്ള കുറേ ഏരിയകളുണ്ട് തർബിയത്തുമായി ബന്ധപ്പെട്ട്, അഥവാ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ആർക്കേ പറ്റുള്ളൂ? സൃഷ്ടിക്കാൻ ആർക്കേ പറ്റുള്ളൂ? സൃഷ്ടിപ്പ് നമുക്കിണ്ട് വരുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ ആർക്കേ പറ്റുള്ളൂ? മഴ ഇറക്കി തരാൻ ആർക്കേ പറ്റുള്ളൂ? സസ്യജാലങ്ങൾ മുളപ്പിക്കാൻ ആർക്കേ കഴിയുള്ളൂ? അല്ലേ? രോഗം നൽകാനും തന്ന രോഗത്തെ ശിഫപ്പെടുത്താനും ആർക്കേ കഴിയുള്ളൂ? അള്ളാഹ്ക്കേ കഴിയുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു വലിയൊരു ഏരിയ ഉണ്ട്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാ? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇന്ന് പല ആളുകൾ വിശ്വസിക്കുന്ന കാര്യം എന്താ? ലോകത്തെ നിയന്ത്രിക്കണ പല ശൈഖന്മാരുണ്ട് എന്നാണ്. നഊദു ബില്ലാഹ്. അപ്പം അവർക്ക് വന്ന ശിർക്ക് എവിടെയാണ്? ഏതിലാ? റുബൂബിയത്തിൽ. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ പോയിട്ട് നമ്മൾ മുശ്രിക്ക് എന്ന് പറയാൻ നിൽക്കണോ? വേണോ? കാരണം അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്താ ഉണ്ടാവില്ല, ഒരു പക്ഷേ തെളിവുകൾ എത്തിയിട്ടുണ്ടാവില്ല. ഒരുപാട് കടമ്പകൾ കടക്കാണ്ട് നമ്മൾ പറഞ്ഞു, അല്ലേ? ശിർക്കുണ്ട് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. പക്ഷെ മുശ്രിക്ക് എന്നുള്ള പ്രയോഗം ഒരിക്കലും നമ്മൾ പ്രയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ റുബൂബിയത്തിലുള്ള ഉദാഹരണം നമ്മൾ പറഞ്ഞു. ഇനി ഉലൂഹിയത്തിലുള്ള ഉദാഹരണം പറയും. ഉലൂഹിയത്തിൽ ശിർക്ക് വന്നു പോകുക എന്ന് പറഞ്ഞാൽ എന്താ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ? ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട്, അല്ലേ? നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ അറവ്, അല്ലേ? ഇപ്പം ഷെയ്ഖ് ഇവിടെ പ്രധാനമായി കൊണ്ടും ഒരു ഉദാഹരണം കൊണ്ട് അദ്ദബഹു ലിഗൈരില്ല, അള്ളാഹ്ക്കല്ലാതെ മറ്റുള്ള ആളുകളുടെ പ്രീതിക്ക് വേണ്ടി അറക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അറവ് എന്നുള്ള സംഗതി അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിക്കൊണ്ട് ഉണ്ടായിരുന്ന സംഗതി ആയതുകൊണ്ട് അദ്ദേഹം അവിടെ കൊണ്ടുവരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ല ഈ നരബലി, അല്ലേ? വിഗ്രഹങ്ങളുടെ മുമ്പിൽ എന്താക്കും? ചില ജീവികളൊക്കെ കൊണ്ടിട്ട് എന്താക്കും? അറുത്തിട്ട് എൻ്റെ രക്തം ഇങ്ങനെ ഒഴുക്കും, അല്ലേ? പല നിലക്കുള്ള അറിവുകളുണ്ട്. അള്ളാഹിൻ്റെ തൃപ്തിക്കല്ലാതെ മറ്റ് അള്ളാഹ് പഠിപ്പിച്ച അറിവ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പെടും? ഒന്നേത് പെടും? ഉദ്ഹിയ്യത്ത് പെടും, അല്ലേ? 2 അഖീഖത്ത് പെടും. പിന്നെ ഏതാ? ഹജ്ജുമായി ബന്ധപ്പെട്ട അറിവുകൾ വരും. ഇനി അതല്ലാതെ സ്വതക്ക എന്നുള്ള നിലയ്ക്ക് എനിക്കിപ്പോൾ എന്താക്കേണ്ടത്? ക്യാഷ് ഉണ്ടെങ്കിൽ ഞാനൊരു ഉരുവിന് വാങ്ങി അറുത്ത് ബാക്കിയുള്ള ആളുകൾക്ക് എന്താക്കും? നമുക്ക് കൊടുക്കാം. പറ്റൂലേ? റമദാൻ മാസം 17-നോ? അത് അള്ളാഹ് പറഞ്ഞ അറിവാണോ? ആണോ? അല്ല, അത് ബിദ്അത്തായ അറിവാണ്. ഇപ്പം കബറാളികൾക്ക് വേണ്ടിയിട്ട് ഇന്ന കബറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുന്നു? അവിടുത്തെ ഷെയ്ഖിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അറക്കുന്നു. അപ്പോൾ ആളുകൾ പറയുന്നത് ബിസ്മിയുണ്ടെല്ലാം അറക്കണം പറഞ്ഞു. വലിയ കാര്യമുണ്ടോ? ബിസ്മി ചൊല്ലിങ്ങാണ്ട് കള്ളുടിക്കാൻ പറ്റുമോ? ബിസ്മി ചൊല്ലിങ്ങാണ്ട് വ്യഭിചരിക്കാൻ പറ്റുമോ? വലിയ പാതകമാണത്, വലിയ പാതകമാണ്. അതുകൊണ്ട് അപ്പം അതെവിടെ വന്നത്? ആ ശിർക്ക് എവിടെയാണ് വന്നത്? റുബൂബിയത്തിലാണോ ഉലൂഹിയത്തിലാണോ? ഉലൂഹിയത്തിലാണ്, അല്ലേ? അപ്പോൾ ഉലൂഹിയത്തിൽ എന്ത് വരിക? ശിർക്ക് സംഭവിക്കും. ഇങ്ങനെയൊക്കെ ശിർക്ക് പല ഇടങ്ങളിൽ പല നിലക്ക് എന്താകും? സംഭവിക്കുമെന്നാണ് അതിന് പറയാനുള്ളത്. ഇപ്പോൾ ഒരാൾ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി നിസ്കരിക്കുന്നു എങ്കിലോ, ഒരാൾ സുജൂദ് ചെയ്യുന്നു, കബറടുത്ത് പോയിക്കൊണ്ട് സുജൂദ് ചെയ്യണം. റുബൂബിയത്തിലാണോ ഉലൂഹിയത്തിലാണോ ശിർക്ക് സംഭവിച്ചത്? ശിർക്ക് സംഭവിച്ചോ? എവിടെ വന്നത്? ഉലൂഹിയത്തിലാണ്. അതേപോലെ തന്നെ അസ്മാ വ സിഫാത്ത്. എന്താ അസ്മാ വ സിഫാത്ത് എന്ന് പറഞ്ഞാൽ? നാമഗുണ വിശേഷങ്ങൾ. അള്ളാഹ്ക്ക് ചില നാമങ്ങളുണ്ട്, അല്ലേ? അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട്? 99 നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത്, അല്ലേ? 99 നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. അതല്ലാത്തതും ഉണ്ടാകാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ശരി,
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചില സിഫത്തുകളുണ്ട്. അള്ളാഹുവിൻ്റെ ഇറക്കം. അപ്പോൾ അള്ളാഹ്ക്ക് കൈയുണ്ടെന്ന് പറയുന്നു, മുഖമുണ്ടെന്ന് പറയുന്നു അല്ലേ. അപ്പോൾ നമുക്കത് ഇന്നതുപോലെ എന്ന് പറയാൻ പറ്റുമോ? ഇന്ന രൂപത്തിലാന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊന്നുമില്ല. എന്നാൽ അതിനെന്താക്കുക? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള കഴിവിനെ പോലെ പിന്നെ മറ്റുള്ള ആളുകൾക്കുണ്ടെന്ന് പറയാം. അള്ളാഹ് സമീ ആണല്ലേ, അള്ളാഹ് കേൾക്കുന്നു, എല്ലാം കേൾക്കുന്നു. ഇപ്പോൾ ഒരു കുട്ടി ഇങ്ങോട്ട് വീഴാൻ പോകുമ്പോൾ ഒരാൾ പറയണേ മൊയ്തു ഷെയ്ഖേ എന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്തായി? ബദരീങ്ങളെ എന്നിട്ട് വിളിക്കുമ്പോൾ അവനെന്താ? ശരിക്കും അവൻ എവിടെ എന്തിലാണ് ശിർക്ക് സംഭവിച്ചത്? അവനക്ക് ഒരു പരിധിക്കപ്പുറത്തുള്ളത് മുഴുവൻ കേൾക്കാൻ അങ്ങ് ഇറാഖിൽ മറമാടി കിടക്കുന്ന ഷെയ്ഖിന് കേൾക്കും പറ്റുന്നല്ലേ ഇപ്പോൾ വിശ്വാസം? നഊദു ബില്ലാഹ്. അതേതാണ് ആ വിശ്വാസം? ഷിർക്കൻ വിശ്വാസമാണ്. ഏതിലാ ഷിർക്ക് സംഭവിച്ചത്? റുബൂബിയത്തിലാണോ ഉലൂഹിയത്തിലാണോ? അല്ല, അസ്മാ വ സിഫാത്ത്. കാരണം എന്താ? റബ്ബിന് മാത്രമുള്ള കഴിവാണ്. സമീ എന്നുള്ളത് റബ്ബിൻ്റെ മാത്രം പേരാണ്. യാതൊരുവിധ പരിധികളും പരിമിതികളും ഇല്ലാതെ എല്ലാം കേൾക്കാൻ കഴിയണത്. ഒരു കുഞ്ഞറുറുമ്പിൻ്റെ കാലടി ശബ്ദം പോലും കേൾക്കാൻ അല്ലേ അല്ലേ ഒരു ചെറിയൊരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു ചലനമുണ്ടെങ്കിൽ അതുപോലും കേൾക്കാൻ, അതുപോലും അറിയാൻ കഴിവുള്ളവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആണല്ലോ. അപ്പോൾ മറ്റു പല ആളുകളൊക്കെ ഇതേപോലെ കേൾക്കുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാലും എന്തായി? ഷിർക്ക് സംഭവിക്കുകയാണ്. അപ്പോൾ ഇതാണ് വലിയ ഷിർക്കിലുള്ള ചില ഉദാഹരണങ്ങൾ. ഇത്തരം വിശ്വാസങ്ങൾ വന്നു പോയാൽ ഒരാളുടെ എന്തിനു മുറിച്ചു കളയും? ഇസ്ലാമിനെ മുറിച്ചു കളയും. ഇസ്ലാം മുറിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവും. നഊദു ബില്ലാഹ്. അപ്പോൾ നമുക്കൊന്നും ഇത്തരം വിശ്വാസങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയണം. ഇത്തരം വിശ്വാസങ്ങളൊക്കെ വെച്ച് പുലർത്തി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് കൃത്യമായി കൊണ്ട് പറഞ്ഞു കൊടുക്കാനും കഴിയണം. ചെറിയ ശിർക്ക് ഉദാഹരണം പറയാൻ പറ്റുമോ? ഈ ചെറിയ ശിർക്ക് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? ഇസ്ലാമിനെ മുറിച്ച് കളയില്ല, മുർത്തത്താകൂല, കാഫിറൊന്നാകൂല. പക്ഷെ അവൻ്റെ ഇസ്ലാമിന് എന്ത് വന്നു? തൗഹീദിന് എന്ത് വന്നു? കോട്ടം സംഭവിച്ചു, കുറവുകൾ സംഭവിച്ചു. അതിൽ വളരെ ഗൗരവത്തിൽ ഞാനും പേടിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ അറിയോ? നന്മകളിലൊക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ചെറിയ ഷിർക്കിൻ്റെ അംശങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഏതാ? ലോകമാന്യതയാണ്. നഊദു ബില്ലാഹ്. റിയാ ആണ്. നരകം നാളെ കത്തിച്ച് തുടങ്ങുന്നത് ആരെ കൊണ്ടാണെന്നറിയോ? മുശ്രിക്കുകളെ കൊണ്ടോ കാഫിറിനെ കൊണ്ടോ മുനാഫിനെ കൊണ്ടോ അല്ല. നഊദു ബില്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആരാ? ഒന്ന്, ഒരു ഷഹീദാണ്. എന്താ ഷഹീദ് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം ശരീരത്തെ പോലും പണയപ്പെടുത്തി അത്ര വലിയ ത്യാഗം ചെയ്ത മനുഷ്യനാണ്. എന്തേ അദ്ദേഹം നരകത്ത് പോകാനുള്ള കാരണം? എന്തായിരിക്കും കാരണം? അദ്ദേഹം യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് എന്താ? ഞാൻ ഭയങ്കര ഒരു യോദ്ധാവാണെന്ന് ആൾ അറിഞ്ഞോട്ടെ എന്നാണ്. നഊദു ബില്ലാഹ്. പിന്നെ ആരാ? പിന്നെ വലിയൊരു പണ്ഡിതനാണ്. പണ്ഡിതൻ്റെ റിസ്ക് എത്രയാണ്? എത്രയെല്ലാം പഠിച്ച് മനസ്സിലാക്കി യാത്ര ചെയ്ത ആളുകൾക്ക് ദീനെത്തിച്ചു കൊടുക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലെന്താണുള്ളത്? നഊദു ബില്ലാഹ് വല്ലാഹുൽ മുസ്തആൻ. എന്താ? ഞാൻ നല്ലൊരു ഭയങ്കര അറിവുള്ള ആളാണെന്ന് ആളുകൾ അറിയട്ടെ, എന്നെ എവിടെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വിഷയട്ടെ അല്ലേ, എന്നെ അങ്ങോട്ടാകട്ടെ മൂപ്പരുടെ ഒരു ഭൗതികരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കരുതി എന്നുള്ളതാണ്. അള്ളാഹു കാക്ക് പറയട്ടെ. പിന്നെ ആരാ അറിയുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യഥേഷ്ടം ധനം ഒക്കെ സ്വതക്ക കൊടുത്ത ധനാഢ്യനാണ്. എന്തിനാ അദ്ദേഹം കൊടുത്തത്? അദ്ദേഹം കൊടുക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ നല്ലൊരു ദാനശീലനാണ് എന്ന് നാലാളുകൾ അറിയട്ടെ എന്ന് കരുതിയിട്ടാണ്. ആ മൂന്നാളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നേരെ പിടിച്ച് നരകത്തിലേക്ക് ഇടുന്നതാണ്. അവരെ കൊണ്ടാണ് നരകം കത്തിച്ചു തുടങ്ങുക എന്ന് പറയുമ്പോൾ കൂട്ടരെ, ഞാനുങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം കിട്ടിയവരാണ്. പക്ഷെ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും മനസ്സിൻ്റെ 7 അയലത്ത് പോലും ഒരു ലോകമാന്യത, മറ്റുള്ളവർ കാണട്ടെ ഞാനൊരു ഉഷാറാണ്, മറ്റുള്ളവരൊന്ന് അറിയട്ടെ എന്ന നിലക്ക് സുഹൃത്തുക്കളെ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ? അങ്ങനെ വരിക എന്നുള്ളത് വലിയ ചെറുക്കോ ചെറിയ ചെറുക്കോ? ചെറിയ ചെറുക്കിനെ ഞാൻ നിസ്സാരാക്കാൻ പറ്റുമോ? ഇല്ല. തൗഹീദിനെ എന്താക്കും? അത് കുറച്ച് കളയുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പം ഷിർക്ക് വന്നു പോയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് അവൻ്റെ എല്ലാ കർമ്മങ്ങളും അവനെടുത്ത മുഴുവൻ കർമ്മങ്ങളെയും അല്ലാഹു ധൂളികളെ പോലെയാക്കുമെന്നും
സ്വർഗത്തെ എന്താക്കും? ഹറാമാക്കും. മഅ്വാഹുന്നാർ, അവൻ്റെ നരകം സങ്കേതമായിരിക്കുമെന്നൊക്കെ ഹദീസ് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഷിർക്കിൻ്റെ ഒരു അംശമോ അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഇല്ലാതിരിക്കാൻ നമ്മൾ എന്താക്കുക? പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാര്യം വമൻ ജഅല ബൈനഹു വബൈന അല്ലാഹ് വസാഇത യദ്ഉഹും വയസ്അലുഹും അശ്ശഫാഅത വയതവക്കലു അലൈഹിം കഫറ ഇജ്മാഅ. എന്താ? പല ആളുകൾക്കും വന്നു പോകുന്ന അബദ്ധമാണ്. വമൻ ജഅല ബൈനഹു വബൈന അല്ലാഹ്, ഒരുത്തൻ അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ആളുകളെ നിശ്ചയിച്ചു. ആരെ? വസാഇത, മധ്യവർത്തികളെ സ്വീകരിക്കുക. എന്തിനാ? യദ്ഉഹും വയസ്അലുഹും അശ്ശഫാഅത, അവരോട് പ്രാർത്ഥിക്കുന്നു, അവരോട് ശഫാഅത്തിനെ ചോദിക്കുന്നു. വയതവക്കലു അലൈഹിം, അവരിൽ കാര്യങ്ങൾ പരമേൽപ്പിക്കും ചെയ്താൽ അവനാരായി? കാഫിറായി പോയി എന്നാണ്, കുഫ്ർ സംഭവിച്ചു പോയി എന്നാണ്. ഏത് കുഫർ? ദീനിൽ തന്നെ ഔട്ടാകുന്ന കുഫർ എന്നാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട കാര്യമാണ്. പല ആളുകളും മറ്റു പല അള്ളാഹു അല്ലാത്ത മറ്റു പല ആളുകളെയും വിളിച്ച് അവരോട് സങ്കടങ്ങൾ ചോദിക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? ഇന്നിൻ്റെ ലോകത്തിലുമുണ്ട് അങ്ങനത്തെ കുറേ ആളുകൾ. ഇതൊക്കെ പറയുമ്പോൾ അവരെന്താ പറയണ ന്യായം എന്നറിയോ? അവരെന്താ പറയുക? നിങ്ങൾ കേട്ടുകൊള്ളാം ന്യായം. എന്തായിരിക്കും പറയാ? ഞങ്ങൾ അടുപ്പിക്കുന്ന ആളാണ്, അല്ലേ? ഹഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെ ഞങ്ങൾക്ക് റബ്ബിലേക്ക് അടുപ്പിക്കുന്ന മധ്യവർത്തികളാണ് എന്ന് പറയുമെന്നാണ്. ഈ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ മനസ്സിലാക്കണമെന്ന് അറിയാം? ഈ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ്, ഭയങ്കര വൈകാരികമായ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താ, പരലോകത്ത് നമ്മൾ പോകുമ്പോൾ ഒറ്റക്കല്ലുണ്ടാകുള്ളൂ, അല്ലേ? നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ലല്ലോ. ഉമ്മ ഉണ്ടാകുമോ? വാപ്പ ഉണ്ടാകുമോ? അല്ലേ? ആരുണ്ടോ? കുട്ടികളോ? ആരും ഉണ്ടാവില്ലല്ലോ. നമ്മൾ ഒറ്റക്കാ പോകാമെന്ന് പറയാം. പിന്നെ നമുക്ക് ആകെ കൂട്ടിരിക്കാൻ ആരുണ്ടാകുക? ഷഫാഅത്തിന് റബ്ബ് അനുമതി കൊടുക്കുന്ന സംഗതിയാണ് നമുക്ക് ഇനി പരലോകത്ത് ഉപകാരപ്പെടാനുള്ളത്. അപ്പം ഇതുമ്മ പിടിച്ചിട്ടുള്ള ആളുകൾ കളിക്കുക. എന്താ? നമ്മളൊക്കെ സാധുക്കളല്ലേ, അള്ളാഹുലേക്ക് അടുത്ത കുറേ ആളുകളുണ്ട്, അവരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എന്താക്കും? അവർക്കൊരു സാമീപ്യം നമ്മൾ അള്ളാഹുടെ നിന്നും നമ്മൾ നേരിട്ട് പറയാൻ പാടില്ല, അതൊരു അദബുകേടാണ്, നമുക്കതിനുള്ള യോഗ്യത ഇല്ല. അതുകൊണ്ട് എന്താക്കുക? നമുക്കും അള്ളാഹ്ക്കിടയിൽ ഇവരെ വെക്കാം, ഇവരോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കും, ഇവരെന്താക്കും? അങ്ങോട്ടേക്ക് എത്തിക്കും. ഇവർ നാളെ നമുക്ക് പരലോക ശുപാർശകരായി വരുന്നതാണ്. ഇത് തീർത്തും വിരോധാഭാസമാണ്, അടിസ്ഥാനരഹിതമായ വിശ്വാസമാണ് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും റഹ്മാനായ റബ്ബിനും ഇടയിൽ വല്ലതും അറിയണ്ടോ? ഉണ്ടോ? ഇല്ല. റബ്ബ് എന്താ നമ്മളോട് പറഞ്ഞത്? നമ്മളോടെന്താ റബ്ബ് പറഞ്ഞ്? ഇന്നോട് ചോദിക്കുക, ഇദാ സഅലക ഇബാദി അന്നി ബഖി ഫഇന്നി ഖരീബ്, ഞാൻ എന്താണ്? അവൻ്റെ അടുത്തുണ്ട്, അല്ലേ? ഉജീബു, ഞാൻ ഉത്തരം കൊടുക്കും. ആർക്ക്? ദഅവത്തദ്ദാഇ ഇദാ ദഅാനി, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവനക്ക് ഉത്തരം കൊടുത്തിരിക്കുമെന്ന് ആര് പറഞ്ഞു? റഹ്മാനായ റബ്ബ് പറയാണ്. ചോദിക്കാത്ത പ്രശ്നമുള്ളൂ, കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. ഉത്തരം നൽകപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ചോദിച്ചെന്നതിനോട് കിട്ടുന്ന രൂപത്തിലാണ് പറയുന്നത്. എല്ലാ പ്രാർത്ഥന ഉടനടി കിട്ടുന്ന നമ്മൾ ആരെങ്കിലും പറഞ്ഞിക്കണോ? ഇല്ല. എത്ര രൂപത്തിലാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? 3-4 രൂപയാണ്, അല്ലേ? ഒന്നെന്താക്കും? നമ്മൾ ചോദിച്ച കാര്യം പെട്ടെന്ന് തരും. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിച്ച കാര്യത്തെ കൊണ്ട് നമുക്ക് വരാൻ ഉദ്ദേശിച്ച ഒരു മുസീബത്തിന് പടച്ചവൻ എന്താക്കും? മാറ്റിത്തരും. മൂന്നാമത്തതോ, പരലോകത്തേക്ക് അത് ഒരു നന്മയായിക്കൊണ്ട് മാറ്റിവെക്കും എന്ന് പറഞ്ഞ ഈ പൊക്കിയ കയ്യെ താത്തിനു 3-4 രൂപത്തെ അത് എന്താക്കിയിട്ടുണ്ട്? സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ആരും വേണ്ടെന്ന, അതിൻ്റെ ഇടയിൽ ഒരു മധ്യവർത്തിനെ ഏർപ്പാടാക്കിയൊരു കേസും വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ ഹദീസിലോ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. എവിടെയും സ്വഹാബാക്കൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മധ്യവർത്തിയാക്കി സ്വീകരിച്ച എന്തൊരു സംഭവം ഉണ്ടോ? എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ എവിടെ നമുക്ക് കാണാൻ കഴിയുമെന്നറിയോ? ഖുർആനിൽ കാണാൻ കഴിയും. എവിടെയെന്നറിയോ? പണ്ട് മുശ്രിക്കുകൾ പറഞ്ഞ ന്യായങ്ങളായിക്കൊണ്ട് കാണാൻ കഴിയും. ഓരോട് ചോദിച്ചാൽ എന്തിനാ വെച്ചപ്പോൾ ഹഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. അല്ലേ? ഇതൊക്കെ ആരുടെ ന്യായങ്ങളാ? ഇതൊക്കെ മക്കയിലെ മുശ്രിക്കുകൾ നരകമുണ്ട് എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞ ആളുകളുടെ ന്യായങ്ങളാണ്.
ആ ന്യായങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇന്ന് നഊദുബില്ല പല ആളുകളും പേറിക്കൊണ്ടിരിക്കുന്നു. തിരുത്താൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഏതായിരുന്നാലും നമുക്ക് റബ്ബിലേക്ക് അടുക്കാനുള്ള രണ്ട് കാര്യമാണ്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയാണ് അല്ലേ, വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞു. എന്താ വസീല എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളതാണ് അല്ലേ. റബ്ബിന് ഇഷ്ടപ്പെട്ട പിന്നെ പാണിയാണ് എടുക്കുക, എന്നിട്ട് എന്താക്കുക റബ്ബിലേക്കാണ്. ഇപ്പൊ ഗുഹാവാസികളുടെ സംഭവം നമ്മൾ കേട്ടില്ലേ, ഗുഹാവാസികളുടെ സംഭവം അല്ലേ. 3 ആൾ രക്ഷപ്പെട്ടത് എങ്ങനെ? ഏതെങ്കിലും മധ്യവർത്തിനെ ഇങ്ങനെ നിർത്തിങ്ങാണ്ട് ഇങ്ങനെ പറഞ്ഞതാ, ഇന്ന ശൈഖേ ഞങ്ങളിതൊരു അപകടത്തിൽ പറ്റിയിരിക്കുന്നു, നിങ്ങളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ ഒരു ദുരന്തത്തിൽ ഞങ്ങളെ മാറ്റണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? സ്വഹിയായ ചരിത്രം കാണാൻ കഴിയും. അവരെന്താ പറഞ്ഞു? അവരോരോരുത്തരും തൻ്റെ ലൈഫിൽ ചെയ്തു വെച്ച നന്മകളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു അല്ലേ. ഓരോരുത്തരുടെയും നന്മകൾ, പടച്ചോനെ ഈ നന്മ ഞാൻ ചെയ്തത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് നീ എന്താക്കണം, ഈ പ്രയാസത്തിൽ തന്നെ കരകയറ്റണം എന്നായിരുന്നു അവർ പ്രാർത്ഥിച്ചത് ആണല്ലോ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഇപ്പം നന്മ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്കതിൽ. വേറെ ആരും വേണ്ട, നമ്മൾ തന്നെയാണ് നമുക്കുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ നന്മകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും? റഹ്മാനായ റബ്ബിനോട് ചോദിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്താണെന്നറിയോ? റബ്ബ് നമ്മൾ പെട്ടാൽ ഉടനെ തന്നെ നിങ്ങൾക്കൊരു ഒരു 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 തുറവി തരാമെന്ന് പറഞ്ഞ അടിമകളുടെ ചില ക്വാളിറ്റി ഉണ്ട്. അള്ളാൻ്റെ ഇഷ്ടപ്പെട്ട വലിയാകുക എന്നുള്ളതാണ്. വലിയെന്ന് കേട്ടാൽ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് വരിക പച്ചയും പുതപ്പിച്ച് കുളിക്കാതെ നനക്കാതെ നഖമൊക്കെ നീട്ടി വളർത്തുന്ന ആളുകൾ. അതല്ല ആരെ ശരിക്കുള്ള വലിയ, നല്ല മുത്തക്കിങ്ങളായ ആളുകളാണ് ശരിക്കുള്ള വലിയ അല്ലേ. റഹ്മാനായ റബ്ബിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കെതിരെ ഒന്നും പറയാത്ത, ഒന്നും ചെയ്യാത്ത, ഒന്നും ചിന്തിക്കാത്ത, അത്രയും പെർഫെക്റ്റ് ആയിക്കൊണ്ട് ജീവിക്കുന്ന ആളെ കുറിച്ചാണ് പറഞ്ഞത് വലിയ. അതിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന റബ്ബിൻ്റെ സാമീപ്യം നേടിത്തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫർളായ കാര്യങ്ങൾ ചിട്ടയായി കൊണ്ട് ചെയ്യുക എന്നുള്ളതും, ഫർളുകൾക്ക് ശേഷം കഴിവിൻ്റെ പരമാവധി സുന്നത്തായ കർമ്മങ്ങളിലൂടെ റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹ്. ഖുദ്സിയായ ഹദീസിൽ റബ്ബ് പഠിപ്പിക്കുന്നത് എന്നിലേക്ക് എൻ്റെ അടിമ സുന്നത്തായ കർമ്മങ്ങൾ വഴി അടുത്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? ഞാൻ അവനങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവരെ എന്നാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ പിന്നെ ഒരു ഓഫറിൻ്റെ പെരുമഴയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓഫറിൻ്റെ പെരുമഴയാണ്. എന്താ അവൻ്റെ കണ്ണ് ഞാനാവും, കാത് ഞാനാവും, കൈ ഞാനാവും എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബിൻ്റെ കഴിവുകൊണ്ട് ഇറങ്ങുന്ന അല്ല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ പിന്നെ മനുഷ്യൻ എന്താവുള്ളൂ? അവൻ്റെ കണ്ണ് കൊണ്ട് കാണുള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ പിന്നെ മനുഷ്യൻ്റെ ചെവി കൊണ്ട് കേൾക്കുള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവം മാത്രമേ എൻ്റെ കൈകളെ കൊണ്ട് പിടിക്കുള്ളൂ. അള്ളാഹ്ക്ക് തൃപ്തിയുള്ളിടത്തേക്ക് മാത്രമേ ആ മനുഷ്യൻ നടക്കുകയുള്ളൂ. വല്ലാത്തൊരു സേഫ് അല്ലേ? ഒരു സെക്യൂരിറ്റി അല്ലത്. ഇതെങ്ങനെ കിട്ടിയത്? സുന്നത്തുകളെ കൊണ്ടുള്ള ആ ഒരു സുന്നത്തുകൾ വഴി റബ്ബിലേക്ക് അടുത്തപ്പോൾ കിട്ടിയതാണ്. പിന്നെന്താ പറഞ്ഞതെന്നറിയാം? ഇങ്ങനത്തെ ഒരു ദറജയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താക്കും? അവനക്ക് കൊടുത്തിരിക്കുമെന്ന. അവൻ എന്തെങ്കിലും വിഷയത്തിൽ എന്നോടൊരു കാവലിനെ ചോദിച്ചാൽ, അഭയം തേടി വന്നാൽ ഞാൻ അവൻക്ക് അഭയം കൊടുത്തിരിക്കും. ഇതാണ് റബ്ബിലേക്ക് അടുക്കാനുള്ള വഴി. അതല്ലാതെ നമ്മുടെ ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന രൂപത്തിലുള്ള ഇടയാളന്മാരെ വെക്കുക എന്ന ഏർപ്പാട് ഇസ്ലാമില്ല എന്ന് നമ്മൾ ഏതായിരുന്നാലും മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടെ ചർച്ച ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റഹ്മാനായ റബ്ബ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അറിയാത്ത ആളുകൾക്ക് നമ്മിലൂടെ അത് എത്തിച്ചു കൊടുക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് ഈ ഒരു കൂടിയിരുത്തം സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്നും സ്വീകരിച്ച് നാളെ നമ്മുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന അമലായി കൊണ്ട് മാറ്റുമാറാകട്ടെ. ഇതിനേക്കാൾ സന്തോഷത്തോടു കൂടെ നാളെ സ്വർഗീയ ആരാമത്തിലും ഒരുമിച്ചിരിക്കുന്ന തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.